വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുക്കും ഒരു ദിവസം മൊത്തത്തിലൊന്ന് മനസ്സിലാക്കുക എന്നതാണ് ഈ കൂടിയിരുത്തത്തിന്റെ ഉദ്ദേശം. അല്ലാഹു ഈ സതുദ്ദേശം പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതായാലും ഒരു ചാരിതാർത്ഥ്യമുള്ളത് ഇത്തരം പള്ളികളിലാണ് ഖുർആൻ ചർച്ച ചെയ്യപ്പെടുന്നത്. റമദാനിൽ ഉറുദി കേൾക്കാറുണ്ട്, വയല് കേൾക്കാറുണ്ട്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അവിടെയൊന്നും ഖുർആൻ വിഷയമാകാറില്ല. കുറച്ചുകൂടി പുരോഗമിച്ച് ഖുർആനിനെ പല നിലക്കും പഠിക്കണമെന്ന ആഗ്രഹം, അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഒരു പുതിയ രീതിയിൽ നമ്മൾ ഇരിക്കുന്നത്. ഇതുകൊണ്ട് ഖുർആൻ മുഴുവനും അങ്ങ് പഠിച്ചു കളയാം, അല്ലെ പഠിപ്പിച്ചു കളയാം എന്ന ധാരണയൊന്നും എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. പിന്നെയോ വളരെ ആഴത്തിൽ ഖുർആൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സഹായകമാകുന്ന വിധത്തിലുള്ള ഒരു ഉപരിതല പഠനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ യാത്രയിൽ നാട് കണ്ട പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു ഹോട്ടലുണ്ട്, എനിക്കറിയാം. ഇവിടെ ബുക്ക് സ്റ്റാളുണ്ട്, ഞാൻ കണ്ടിരുന്നു. അവിടെ ഇറങ്ങി ചായ കുടിക്കാനൊന്നും പറ്റൂല, ഇനി സമയം മതിയാവില്ല. അതുകൊണ്ട് നമുക്ക് യാത്രയിൽ നാട് കാണുന്നത് പോലെ വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കാം. അതുകൊണ്ട് ഒന്നും കിട്ടൂല എന്ന് വിചാരിക്കരുത്, കിട്ടും ഇൻഷാ അല്ലാഹ്. കാരണം ഖുർആനാണല്ലോ, അതിന്റെ ഓരത്ത് നിന്നാലും അതിന്റെ ആഴത്തിൽ ഇറങ്ങിയാലും ഒരുപാട് കിട്ടും. ആദ്യമായി നമുക്ക് എങ്ങനെയാണ് ഈ ഖുർആൻ 30 ജുസുഫ് അത് മനസ്സിലാക്കണം. ഖുർആനിന് ആരാ 30 ജുസു ആക്കിയത്? അത് തൗഖീഫിയായ സംഗതിയല്ല. തൗഖീഫി എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്തിന്റെ ഭാഗമായി അങ്ങനെയേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന രൂപത്തിൽ ഫാത്തിഹയുടെ ശേഷം അൽ ബഖറ, അതിനുശേഷം ആലു ഇമ്രാൻ, ഇതുപോലെ തർത്തീബാക്കപ്പെട്ടതുപോലെ ഉള്ള ഒരു സംഗതിയല്ല ഈ ജുസുഖ് എന്ന് പറയുന്നത്. അത് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലത്ത് പ്രഗത്ഭരായ 2 പണ്ഡിതന്മാരെ നിയമിച്ചിട്ട് ഖുർആൻ പഠനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി 30 ജുസു ആക്കി ഭാഗിച്ചതാണ്. സഹാബാക്കളുടെ കാലത്തില്ല. സഹാബാക്കളുടെ കാലത്ത് ഹിസ്ബുകളായിരുന്നു, അഥവാ അതിന്റെ വലിപ്പം നോക്കാതെ സൂറത്തുകളുടെ എണ്ണം അനുസരിച്ച് സഹാബത്ത് 7 ഭാഗമാക്കി ഖുർആനിനെ തിരിക്കുകയും ഒരാഴ്ച കൊണ്ട് ഖുർആൻ തീർക്കാൻ വേണ്ടി അങ്ങനെ അവർ ഭാഗിക്കുകയും ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അന്ന് ജുസുഖുകളില്ല. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലത്താണ് പഠന സൗകര്യത്തിന് വേണ്ടി അത് വന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കൽ കൂടി ഇത്തരം പഠനത്തിന്റെ ഭാഗമായി നമുക്ക് കിട്ടുന്ന ഉപകാരങ്ങളാണ്. ഇനി സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയുടെ ഏതാണ്ട് 141 ആയത്തുകളും ഉള്ളതാണ് ഒരു ജുസുഖ് എന്ന് പറയുന്നത്. ഒരു ജുസുഖിന്റെ വലിപ്പം 10 പേപ്പർ, 20 പേജ് നമുക്കറിയാം. അതാണ് ഒരു ജുസുഖ് എന്ന് പറയുന്നത്. ഖുർആൻ പാരായണത്തിന്റെ സൗകര്യത്തിന് വേണ്ടി സാധാരണ മദീനയിൽ നിന്ന് ഇറങ്ങുന്ന ഈ മുസഫ് നമ്മുടെ അടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും 20 പേജാണ് അതിലുള്ളത്. അപ്പോ ഖുർആനിലൂടെയുള്ള ഒരു ആത്മീയ യാത്ര നമ്മൾ തുടങ്ങുകയാണ്. ഖുർആൻ എന്ന് പറയുന്നത് ഒരു മഴയോടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത്. ആ മഴ പെയ്തിറങ്ങുന്ന ഭൂമി 2 മഴയാണ് അല്ലാഹു വർഷിപ്പിക്കുന്നത്. ഒന്ന് നമ്മുടെ ഭൗതിക ശരീരത്തിന്റെ നിലനിൽപ്പിനുള്ള മഴ, നമ്മൾ സാധാരണ കാണുന്ന മഴയുണ്ടല്ലോ, അതുകൊണ്ടാണ് വിളകൾ ഉണ്ടാകുന്നത് ഒക്കെ ഉണ്ടാകുന്നത്. എന്നാൽ അതുപോലെ നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്കുള്ള മഴയും മേലെന്നിങ്ങോട്ട് തന്നെയാണ് പെയ്തത്. അതാണ് ഖുർആൻ. 2 മലക്കുകളെ ചുമതലപ്പെടുത്തിയാണ് അല്ലാഹു തആല നിർവഹിച്ചത്. ഒന്ന് ആത്മീയതയാണ്, മറ്റൊന്ന് ഭൗതിക കാര്യങ്ങൾക്കുള്ളതാണ്. ഈ 2 മഴയും അല്ലാഹുവിൻ്റെതാണ്. ഖുർആൻ ഒരു മഴയാണ്, ഖുർആൻ അല്ലാഹു തആല വർഷിപ്പിച്ചതാണ്. സാധാരണ മഴയും അങ്ങനെ തന്നെയാണ്. ഏതായാലും ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഖുർആൻ 6000 ചില്ലാനും ആയത്തുകളാണുള്ളത്. അതിലൊരു 200 വിധിവിലക്കുകളാണ് പരസ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞ ഏതാണ്ട് 10-200ഓളം വിധിവിലക്കുകളെ അതിലുള്ളൂ.
അത് തന്നെ ഒരിടത്ത് പറയുന്നില്ല, ഒരു സൂറയിൽ പറയുന്നില്ല. ഒരു സൂറയിൽ വിധിവിലക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ പലയിടത്തായിട്ടാണ് പറയുന്നത്. പല സൂറകളിലായി ചിന്നിച്ചെതറി കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അറിയണം, വേഗം ഖുർആൻ എടുത്ത് നോക്കിയാ ഹറാം എവിടെയുള്ളത്, അതിന്റെ പേജിൽ എന്ന് നോക്കിയിട്ട് ഹറാമ് കണ്ടുപിടിക്കാനോ നിർബന്ധമായ കാര്യങ്ങൾ വഴിക്ക് വഴിയായി എഴുതി വെച്ചത് കാണാനോ ഉള്ള ഒരു നിയമപുസ്തകം, ആ രൂപത്തിലുള്ള ഒരു നിയമപുസ്തകമല്ല ഖുർആൻ. പിന്നെ ഖുർആൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതമാണ്. അതുകൊണ്ടല്ലേ ഖുർആൻ, റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെ ജീവിക്കണം എന്ന് കാണിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. റസൂൽ അത് ജീവിച്ച് കാണിച്ചു. ഇനി നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? കഴിവിന്റെ പരമാവധി ഖുർആനാകാൻ ശ്രമിക്കുക. റസൂലിനെ ഇത്തിബാ ചെയ്യാന്ന് പറഞ്ഞാൽ അതല്ലേ, റസൂല് ഖുർആനായിരുന്നു, നടക്കുന്ന ഖുർആൻ, ജീവിക്കുന്ന ഖുർആൻ, ആ ഖുർആനായിരുന്നു റസൂൽ. റസൂലിനെ നമ്മൾ ഇത്തിബാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഖുർആനാകാൻ ശ്രമിക്കുക. എങ്ങനെ? 10% ആകുന്നവരുണ്ടാവും, 50%, 100% ഒക്കെ ആകാൻ പറ്റിയ പണിയാണ്. അപ്പൊ പരമാവധി ഖുർആനാകാനുള്ള ഒരു ശ്രമം നടത്തുക. അതിന്റെ ഭാഗമായിട്ടാണ് നാം ഈ രൂപത്തിലുള്ള പഠനങ്ങളൊക്കെ നടത്തുന്നത് ഇൻഷാ അല്ലാഹ്. ഏതായാലും പിന്നെ ഖുർആനിലുള്ള നിയമങ്ങൾ അല്ലാഹു തആല ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്നില്ല. ഒരു മുൻമുനയിൽ നിർത്തിയിട്ട് ഇത് സ്വീകരിച്ചോളന്നില്ല, അങ്ങനെയൊന്നും ഖുർആൻ പറയുന്നില്ല. ഖുർആൻ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് സ്വീകരിച്ചാൽ ഇന്ന ഗുണങ്ങളുണ്ട്, മോശമായ സംഗതികൾ വിലക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത് നിങ്ങൾ ഇതാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ അതിന്റെ പിന്നിൽ ഇന്ന ഭവിഷ്യത്തുകളുണ്ട് എന്ന് താക്കീത് നൽകുകയും സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഖുർആനിലുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാത്തിഹയിലേക്ക് പോകാം. ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ ആമുഖം എന്നാണ്. ഖുർആനാകുന്ന മഴയ്ക്ക് മുമ്പടിക്കുന്ന ഒരു കുളിർക്കാറ്റ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ സംബന്ധിച്ച് പറയാം. അതായത് മഴയുടെ ആരംഭമായി ഉണ്ടാകുന്ന ചില അന്തരീക്ഷങ്ങളുണ്ട്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് മഴ പെയ്യാൻ പോകുന്നു, ചില പിടിയുണ്ടാകാൻ സാധ്യതയുണ്ട്, മിന്നുണ്ടാകും എന്നൊക്കെ അതിലുള്ളതൊക്കെ അറിയാവുന്ന പറഞ്ഞു തരുന്ന, ആമുഖമായി പറഞ്ഞു തരുന്ന ഒന്നാണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിലുള്ളത് മുഴുവനും സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. വിശദീകരിക്കാൻ നിന്നാൽ നമുക്ക് ജുസു പറയാൻ കഴിയില്ല. ഏതായാലും ഖുർആനിനെ സംബന്ധിച്ച്, ഫാത്തിഹയെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത് വലഖദ് ആതൈനാ സബ്അൻ മിനൽ മസാനി വൽ ഖുർആനിൽ അസീം, നിങ്ങൾക്കിതാ 7 ആവർത്തിത വചനങ്ങൾ അഥവാ സൂറ ഫാത്തിഹയും അതുപോലെ തന്നെ ഖുർആനും നൽകിയിരിക്കുകയാണ്. അപ്പൊ ഫാത്തിഹ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിന് ഖുർആനുൽ അസീം എന്നും അല്ലാഹു തആല വേർതിരിച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഫാത്തിഹ മക്കിയാണ്, മക്കയിൽ ഇറങ്ങിയതാണ്. സൂറത്തുൽ ബഖറയാകട്ടെ മദനിയാണ്. രണ്ടും അടുത്തടുത്താണ്. ഫാത്തിഹ മക്ക കാലഘട്ടത്തിൽ, അൽ ബഖറ മദനി കാലഘട്ടത്തിൽ. പക്ഷെ അതിന്റെ തർത്തീബ് ഫാത്തിഹയുടെ ശേഷമാണ് അൽ ബഖറ വേണ്ടതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു നിർദ്ദേശിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പറഞ്ഞു. അതങ്ങനെ അതിന്റെ തർത്തീബുകളും ആയത്തുകൾ വരെ അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത, ജിബ്രീൽ പഠിപ്പിച്ച തർത്തീബ് അനുസരിച്ചാണ് നിലകൊള്ളുന്നത്. സൂറത്തുൽ ഫാത്തിഹയിൽ അതിനെ നമുക്ക് 3 ഭാഗമായി തിരിക്കാം. ഒന്നാമത്തെ ഭാഗം നമ്മൾ അല്ലാഹുവിനെ പ്രശംസിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇതെല്ലാം അല്ലാഹുവിനെ പ്രശംസിക്കുന്നതാണ്. നമ്മളത് പറയുമ്പോൾ അത് തിരിച്ചിങ്ങോട്ട് പറയുന്നുണ്ട്. ഓരോന്നിനും മറുപടി ഹദീസുകളിൽ കാണാം, വിശദീകരണത്തിന് സമയമില്ല. രണ്ടാമത്തെ ഭാഗം അല്ലാഹുവിനെ പ്രശംസിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ നിലപാട് പറയാം. ഇങ്ങനെയൊക്കെയുള്ള അല്ലാഹുവിനെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു, എന്റെ നിലപാടെന്താ? ഞങ്ങളുടെ നിലപാട് ഇയ്യാക്കനാണ്, പൊതുവയ്യാക്കൻ സ്ഥാപിക്കും, നിന്നെ മാത്രം ആരാധിക്കും, നിന്നോട് മാത്രം സഹായം തരും. അതാ ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിന്റെ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഭാഗം അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഏറ്റവും അത്യാവശ്യമായ കാര്യം എന്താണോ അതാണ് പ്രാർത്ഥിക്കുന്നത്. എന്താണത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, യഥാർത്ഥ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് തരണം. ഏതാണ് യഥാർത്ഥ മാർഗം? അതിന്റെ ചരിത്രം എന്താണ്? അത് നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. മനുഷ്യ ചരിത്രത്തിൽ അല്ലാഹു അനുഗ്രഹിച്ച ആളുകളുണ്ട്, അവരുടെ മാർഗമാണ്.
അതുപോലെ വഴിപിഴച്ചു പോയ ആളുകളുടെ മാർഗമല്ല, നീ വെറുത്ത ആളുകളുടെ മാർഗവുമല്ല. ഇതെല്ലാം മനുഷ്യ ചരിത്രത്തിലുണ്ട്, ഖുർആൻ അത് പറയുന്നുണ്ട്. ശേഷം അപ്പൊ അല്ലാഹുവിനോട് ഹിദായത്ത് ചോദിച്ചു. ഹിദായത്ത് ചോദിച്ചപ്പോ അള്ളാഹ് അതിന് മറുപടി തന്നു. നിങ്ങൾക്ക് എന്താ ഹിദായത്താണോ വേണ്ടത്? എന്നാ പിടിച്ച ഖുർആൻ. അതാണ് ഖുർആൻ. അതാണ് എന്ത്? ഖുർആൻ. അപ്പൊ ഫാത്തിഹയിൽ ചോദിച്ചു, അൽ-ബഖറ ഉൾക്കൊള്ളുന്ന അൽ-ബഖറ മുതൽ നാസ് വരെയുള്ള സൂറത്തുകളിലൂടെ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് മറുപടി തന്നു. അപ്പൊ ചോദ്യവും മറുപടിയുമായി സാധാരണഗതിയിൽ അല്ലാഹു തആല നമുക്ക് നൽകിയ ഖുർആൻ. ഇനി നമുക്ക് സൂറത്തുൽ ബഖറയിലേക്ക് പോകാം. സൂറത്തുൽ ബഖറ തുടങ്ങുന്നത് ഹുറൂഫ് മുഖത്തഅത്ത്, അലിഫ് ലാം മീം. അതൊരു പദമല്ല. അങ്ങനെ ഹുറൂഫ് മുഖത്തഅത്ത് കൊണ്ട് തുടങ്ങുന്ന ഏതാനും സൂറകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതിനിടക്ക് സൂറ മക്കിയ, സൂറ മദനിയ അറിയാമല്ലോ. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, എത്ര സൂറ മക്കിയുണ്ട് മദനിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. അൽ-ബഖറയുടെ ആയത്തിന്റെ എണ്ണം പഠിച്ചാൽ മതി. അൽ-ബഖറയുടെ ആയത്തിന്റെ എണ്ണം എത്രയാണ്? 286. 286 എന്ന് എഴുതിയിട്ട് ആദ്യത്തെ രണ്ടക്ഷരം, രണ്ട് സംഖ്യ വായിച്ചാൽ എത്രയുണ്ടാവുക? 28. ആ 28 മദനിയ. രണ്ടാമത്തെ 3ഉം 2ഉം കൂട്ടി വായിച്ചാൽ 86. 286 അവസാനത്തെ സംഖ്യ, ഇപ്പുറത്തെ സംഖ്യ 86. അത് മക്കിയും. ഇനി മറന്നുപോകില്ല, എളുപ്പം പഠിക്കാം. അപ്പൊ ഏതായാലും ഈ ഹുറൂഫ് മുഖത്ത, അലിഫ് ലാം മീം എന്ന ഇത്തരം അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ തഫ്സീറുകളിൽ കാണാം. അല്ലാഹു അഅലം ബി മുറാദിഹി ബിഹി. അതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത് എന്താണെന്ന് അല്ലാഹുവിന് അറിയാം എന്ന് ചില മുഫസ്സിറുകൾ പറയുന്നത്. പിന്നെ ഈ അലിഫ് ലാം മീം പോലുള്ള, അല്ലെ നൂൻ, കാഫ്, ഹായ പോലുള്ള അക്ഷരങ്ങളുണ്ട്. അതിലൂടെ അല്ലാഹു തആല പറയുന്നത് ഇത് അറബി അക്ഷരങ്ങൾ തന്നെയാണ്. ഖുർആൻ അമാനുഷിക ഗ്രന്ഥമാണ്, ആർക്കും ഉണ്ടാക്കാൻ കഴിയൂല എന്നൊക്കെ പറയുന്നത് ഇതിന്റെ അക്ഷരങ്ങൾ അറബിയിലുള്ളതല്ലാത്തത് കൊണ്ടല്ല. സാധാരണ അറബി അക്ഷരങ്ങൾ തന്നെയുള്ളൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ തന്നെ ഈ ഖുർആനിലുള്ളൂ, അറബി ഭാഷയിൽ. പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലത്തത് ഉണ്ടാക്കാൻ കഴിയാത്തത്? പറഞ്ഞതറിയാം. ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം അറിയുന്ന, കൃത്യമായി കാര്യങ്ങൾ അറിയുന്ന അള്ളയാണ്. ഭാവനയിലൂടെ പറയുന്നതല്ല, യഥാർത്ഥ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഖുർആൻ. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയൂല. അപ്പൊ പറഞ്ഞത് അല്ലാഹു ആയതുകൊണ്ടാണ് ഖുർആനിന്റെ മഹത്വം എന്ന് കൃത്യമായി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അൽ-ബഖറ തുടങ്ങുന്നത് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്. ഈ ഗ്രന്ഥം കൊണ്ട് ഉപകാരം കിട്ടണമെങ്കിൽ തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരിക്കൽ ഇതുകൊണ്ട് ഉപകാരം. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് എനിക്ക് ജീവിക്കണം എന്നൊരാഗ്രഹം. അള്ളാഹിനെ അടുത്താ മനസ്സിലാകുക, അള്ളാഹിനെ മനസ്സിലാകുക ഈ പ്രകൃതി. ഈ പ്രകൃതി ഖുർആനാണ്. പ്രകൃതി എങ്ങനെ ഖുർആനാകുന്നത്? പ്രകൃതിയിലുള്ള പ്രതിഭാസത്തെ സംബന്ധിച്ച് അള്ളാഹ് ആയത്ത് എന്നല്ലേ പറഞ്ഞത്? സൂര്യൻ ആയത്താണ്, മഴ ആയത്താണ്, ചന്ദ്രൻ ആയത്താണ്, ഒക്കെ ആയത്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഖുർആനിലുള്ളതും ആയത്ത്, പ്രകൃതിയിലുള്ളതും ആയത്ത്. ആയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഈ പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങൾ മതി. ഇനി ഞാൻ കോളേജിൽ പോയില്ല, പള്ളി ദിവസം പോയില്ല, അറബി പഠിച്ചില്ല, അതുകൊണ്ട് അള്ളാഹിനെ മനസ്സിലായില്ല, അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ, ഓരെങ്ങനെ രക്ഷപ്പെടും? ഈ ജാതി പരിഭവമൊന്നും വേണ്ട. കാരണം ഏതൊരു മനുഷ്യനും കാണാൻ പറ്റുന്ന വിധത്തിൽ അവൻ ഉപയോഗിക്കുന്ന രീതിയിൽ ഈ പ്രകൃതി അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നോക്കിയാൽ അള്ളാഹിനെ കാണാം. എങ്ങനെ കാണാതിരിക്കും? ഒരു ചെറിയ ഉറുമ്പിലെടുത്താൽ കാണൂലേ അള്ളാഹുവിനെ? അദ്വൈത സിദ്ധാന്തം അല്ല ഞാൻ പറയുന്നത്. അള്ളാഹ് തൂണിലും തുരുമ്പിലും അള്ളാഹ് എന്നുള്ള ഒരു പേച്ച ചിന്തയുണ്ട്, അതല്ല. മറിച്ച് വസ്തുക്കളിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടാവിനെ മനസ്സിലാക്കുക. ഒരു ഉറുമ്പിനെടുത്ത് നോക്കി, അതിനു വേണ്ടി ആന്തരിക അവയവങ്ങൾ,
അതിന് ഭക്ഷണം കഴിക്കണ്ടേ, അത് ദഹിക്കണ്ടേ? ഏത് രൂപത്തിലാണ് അല്ലാഹു തആല അത് സംവിധാനിച്ചത്? ഉറുമ്പിന്റെ കാര്യം പോകട്ടെ, അതിനേക്കാൾ ചെറുത് എന്തെല്ലാം ഉണ്ട്. അതിന് ചലനമുണ്ട്, വിചാരമുണ്ട്, വികാരമുണ്ട്, വേദനയുണ്ട്, സന്തോഷമുണ്ട്, ഒക്കെ വേണ്ടേ? ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത്? അപ്പൊ അത് കാണുമ്പോൾ പറഞ്ഞു പോകും സുബ്ഹാനല്ലാഹ്, അള്ളാഹ് പരിശുദ്ധനാണ്. അള്ളാഹിനെ മനസ്സിലായി. അള്ളാഹുവിനെ മനസ്സിലായപ്പോ, പ്രകൃതിയിൽ നിന്ന് അള്ളാഹുവിനെ മനസ്സിലായപ്പോ, പ്രകൃതിയിൽ നിന്ന് അള്ളാഹിനെ മനസ്സിലായപ്പോ ആ അള്ളാഹുവിനെ കടുക്കണമെന്ന ഒരാഗ്രഹം, അവൻ പറഞ്ഞതുപോലെ ജീവിക്കണമെന്ന ഒരാഗ്രഹം എങ്ങനെ സാധിക്കും? ശറഇലൂടെ അള്ളാഹുവിനെ ആരാധിക്കണം. ഏതാണ് ശറഅ്? അത് അള്ളാഹ് പറഞ്ഞു തരണം. ഭാവനയിൽ അള്ളാഹുവിനെ കടുക്കാനുള്ള മാർഗമുണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഗൈബിൽ വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ എന്ന് പറഞ്ഞിട്ടാൽ അൽ-ബഖറ തുടങ്ങുന്നത്. അല്ലാഹു അൽ-ബഖറയിൽ എന്താ പറഞ്ഞത്? സൂറത്തുൽ ബഖറയിൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വ യുഖീമൂന സ്വലാ. ഈമാൻ കാര്യം മുഴുവനും ഗൈബല്ലേ. മലക്കുകളാരും കണ്ടിട്ടില്ല, കാണാൻ കഴിയില്ല, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല, ആഖിറം കണ്ടിട്ടില്ല, സ്വർഗം കണ്ടിട്ടില്ല, നരകം കണ്ടിട്ടില്ല, എല്ലാം ഗൈബിയാണ്. ഈ ഗൈബിയായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മാർഗമായി ഈമാൻ കാര്യങ്ങളിൽ രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് കിതാബിലുള്ള വിശ്വാസം, മറ്റൊന്ന് നബിമാരിലുള്ള വിശ്വാസം. നബിമാരെ കാണാം, കിതാബ് കാണാം. ഈമാൻ കാര്യങ്ങളിൽ രണ്ടെണ്ണം അത് നമുക്ക് കാണാം. അത് വസായിലുകളാണ്. ഗൈബിയായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഏക വസീല മാർഗം അതേ ഉള്ളൂ. ഒരു ഭാവനയിലൂടെയും ഗൈബ് മനസ്സിലാക്കാൻ കഴിയില്ല. ഇന്നഹു മഫാത്തിഹുൽ ഗൈബ്, ഗൈബിന്റെ താക്കോൽ അല്ലാഹുവിന്റെ കയ്യിലാണ്. നമ്മൾ എന്തേ പറഞ്ഞത്? ഇവിടെ ഭൗതികമായ വിഷയങ്ങളുടെ താക്കോൽ നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാം, പലതും കണ്ടുപിടിക്കാം, പഠനം നടത്താം. പക്ഷെ ഗൈബിന്റെ താക്കോൽ അല്ലാഹുവിന്റെ കയ്യിലാണ്. അത് വഹയിലൂടെ, നബിമാരിലൂടെ അല്ലാഹ് കൊടുത്തതല്ലാതെ അത് മനസ്സിലാക്കാൻ ഒരു മാർഗവും ഇല്ല. വ്യക്തമായിട്ട് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും മുത്തഖി ആരാണ് എന്ന് ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ സ്വഭാവ ഗുണങ്ങളൊക്കെയാണ് തുടർന്നുള്ള വചനങ്ങളിൽ അല്ലാഹു തആല പറയുന്നത്. എന്നിട്ട് സൂറത്തുൽ ബഖറ തുടരുന്നത് ഈ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ 3 വിഭാഗമാക്കി. ഒന്ന് മുഅ്മിനീങ്ങൾ, വലിയ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് മുഅ്മിനീങ്ങൾ, പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാം അതിയായ പ്രതീക്ഷയിലാണ്, നമ്മളും ആ വിഭാഗത്തിലാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം ബഖറയിൽ തന്നെ പറയുന്നത് എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരു വിഭാഗമാണ് കുഫാറുകൾ, കാഫറുകൾ. അവരുടെ ഹൃദയം കമത്തി വെച്ചിരിക്കുകയാണ്. അതിന്റെ മേലെയാണ് ഖുർആൻ ഒഴിക്കുന്നത്. ഒരിക്കലും ആ പാത്രത്തിലേക്ക് ഖുർആൻ കയറുകയില്ല. വലിയ ദുരന്തമാണ്. ആ ഒരു വിഭാഗത്തെയും ഖുർആൻ പറഞ്ഞു തരുന്നു. മൂന്നാമത്തെ ഒരു വിഭാഗം, അവർ മക്കയിൽ ഉണ്ടായിരുന്നില്ല, റസൂലുള്ളാഹിയുടെ മദീന കാലഘട്ടത്തിലാണ്. മുനാഫിഖുകൾ. പ്രത്യക്ഷത്തിൽ അവർ വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ അവർക്ക് വിശ്വാസമില്ല. വിശ്വാസത്തിന്റെ പ്രചോദനമനുസരിച്ചുള്ള പ്രവർത്തനങ്ങളില്ലാത്ത ആളുകളൊക്കെ നിഫാഖിന്റെ അടയാളങ്ങളാണ്. നമ്മൾ വിചാരിക്കും മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ ഏതോ കാലത്തുള്ള കുറച്ച് ആൾക്കാർ, ഓർക്ക് അങ്ങനെ തന്നെ കുറച്ച് നരകവും. ഇപ്പോഴത്തെ കാലത്തൊന്നും മുനാഫിക്കൊന്നുമില്ല. ഒന്നുകിൽ കാഫറുണ്ട്, അല്ലെങ്കിൽ മുഅ്മിനുണ്ട്. നമ്മളൊക്കെ റെഡിയാണ്, മുഅ്മിനീങ്ങൾ എന്ന രൂപത്തിൽ മനസ്സിലാക്കാറുണ്ട്. അങ്ങനെയല്ല. ഈ നിഫാഖ്, ശിർക്ക്, കുഫ്ർ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന്മാരുടെ അടുത്തിലൊക്കെ ഉള്ള സാധനമാണ്. ചിലര് മുഅ്മിനീങ്ങളായിരിക്കും, ചിലര് മുശ്രിക്കായിരിക്കും, ചിലര് കാഫറായിരിക്കും, ചിലര് മുനാഫിഖായിരിക്കും. മുനാഫിക്കിന്റെ അടയാളമൊക്കെ അതിനെ പറഞ്ഞിരുന്നു. സംസാരിച്ച കളവ് പറയാം. നഫത്ത എന്ന് പറഞ്ഞാൽ തന്നെ ഉടുമ്പിന്റെ മാളത്തിനാണ് നഫത്ത് എന്ന് പറയാം. നിഫാഖ് ഉടുമ്പിന്റെ മാളത്തിന്റെ പ്രത്യേകത എന്താ? മുളമ്പന്തിന്റെ ഉടുമ്പിന്റെ ഒക്കെ മാളത്തിന്റെ കുറച്ച് നേരെ പോയാൽ പിന്നെ അതിന്റെ കുറെ മുട്ടുവഞ്ചുണ്ടാവും. അപ്പൊ ഇങ്ങനെ വെടിയെടുത്ത് കുട്ടി നോക്കിയാൽ മൂപ്പർക്കൊന്നും പറ്റൂല. ഇവര് വേറെ മാളത്തിൽ കയറിയിട്ടുണ്ടാവും. അതുപോലെ മദീനത്തെ പള്ളിയുടെ റസൂലിന്റെ അടുത്ത് വന്നിരുന്നിട്ട് ലോറ മോമിനികൾ വിശാർത്തിയാണ്, പക്ഷെ പുറത്തിറങ്ങിയാലോ മറ്റോരോ കൂടിയാണ്. ഇതുപോലുള്ള ആളുകൾ പലപ്പോഴും ഉണ്ടാകും. എന്നൊക്കെ പറഞ്ഞവരുടെ അടയാളങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നുണ്ട്. അവരെ പറ്റി അള്ളാഹു പറഞ്ഞത് ഫീ ഖുലൂബിഹിം മർദുൻ, ഓലെ ഹൃദയത്തിന് രോഗമുണ്ട്,
അപ്പൊ ആത്മീയമായ അറ്റാക്കാണ് നിഫാഖ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഭൗതികമായ അറ്റാക്കിന്റെ ശരീരം മരിച്ചു പോകും, ഈമാൻ മരിച്ചു പോകുന്ന അറ്റാക്ക് അവരുടെ ഹൃദയത്തിന്റെ മാരക രോഗം. ആ രോഗമാണ് നിഫാഖ് എന്ന് പറഞ്ഞു തരിക. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാറുണ്ടായിരുന്നു, ഹുദൈഫ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ, എന്തേ? ആ മുനാഫിക്കീങ്ങളുടെ പേരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് ഹുദൈഫ. അപ്പൊ സഹാബാക്കളൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാല് ആരെങ്കിലും മരിച്ചാല് ഹുദൈഫ മയ്യത്ത് കഴിക്കുന്നുണ്ടോ? ഹുദൈഫ മയ്യത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ, കാരണം മുനാഫിക്കീങ്ങളെ നേരത്തെ റസൂല് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, ആ കൂട്ടത്തിലുണ്ട്. ഹുദൈഫ മയ്യത്ത് നിസ്കരിക്കുന്നതിന്റെ ആവേശപൂർവ്വം അവരും നിസ്കരിക്കും, ഹുദൈഫ നിസ്കരിക്കുന്നതിന്റെ അതിന്റെ അവരങ്ങ് പോകും. കാരണം ഹുദൈഫാക്ക് മുനാഫിക്കീങ്ങളെ പേര് പറഞ്ഞു കൊടുത്തു. ഉമറുൽ ഫാറൂഖ് ദിവസം ഹുദൈഫാനോട് പോയിട്ട് ചോദിച്ചു, ഹുദൈഫ ഞാൻ ആരോട് പറയുന്നില്ല, സ്വകാര്യത്തിലൊരു സംഗതി ചോദിക്കട്ടെ, എന്താ എന്റെ പേരുണ്ടോ? ആ പറഞ്ഞ കൂട്ടത്തിലെ എന്റെ പേരുണ്ടോ? ഈ രൂപത്തിൽ പേടിച്ചിരുന്നു നമ്മുടെ മുൻഗാമികളായ നമ്മളൊക്കെ പറ്റിയ ദൈവത്തില. നിഫാഖ് ഈമാനും അത് വേർതിരിയുന്ന രണ്ട് സംഗതിയുണ്ട്. അത് രണ്ടും ഖുർആൻ പറഞ്ഞിരുന്നു. ഈമാൻ നിഫാഖും വേർതിരിയുന്നത്, ഈമാൻ വേർതിരിയുന്നത് ഇഖ്ലാസ് കൊണ്ടും നിഫാഖ് വേർതിരിയുന്നത് റിയാദ് കൊണ്ടുമാണ്. റിയാദ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കാണിക്കുക, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാനെ കാണിക്കുക. അള്ളാനെ കാണിക്കുക, ജനങ്ങളെ കാണിക്കുക. ഇതേത് പ്രവർത്തനത്തിലും ബാധകമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി ബക്കറ മുന്നോട്ട് പോകാണ്. ബക്കറയിൽ പിന്നെ പറയുന്നത് പ്രധാനമായും ഇനി ജാഇലു ഫിൽ അർദി ഖലീഫ, അള്ളാഹു നമുക്ക് ഖിലാഫത്ത് തന്ന സംഗതിയാണ്. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ പരിപാലന ചുമതല. ഈ ഭൂമിയുടെ പരിപാലന ചുമതല ഇത് നമ്മളെയാണ് അല്ലാഹു തആല, മനുഷ്യവർഗത്തെയാണ് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. വല്ലാത്തൊരു ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് ബാക്കി ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് കീഴ്പ്പെടുത്തി തന്നു, നിങ്ങൾ ഭരിക്കണം ഈ ഭൂമി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഏൽപ്പിച്ചു തന്നു. ഇതൊക്കെ വളരെ വിശദമായി പറയാനുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ ഖലീഫയാകണമെങ്കിൽ, ഭൂമിയുടെ ഭരണാധികാരിയും പ്രതിനിധിയും ആകണമെങ്കിൽ എങ്ങനെയാണ് മനുഷ്യനിക്ക് ആകാൻ കഴിയുന്നത്? അള്ളാഹുവിന്റെ പ്രകൃതിയിൽ ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് പാപഞ്ചിക വസ്തുക്കളൊക്കെ നിർബന്ധപൂർവം അങ്ങനെയാണ് അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അതിൽ നിന്ന് മനുഷ്യൻ മാത്രം അവന്റെ സ്വമേധയാണ് അള്ളാഹുവിന് കീഴ്പ്പെട്ട് കൊള്ളാം എന്ന് ഏറ്റെടുത്തു. അതിന്റെ പേരാണ് അമാനത്ത്. ഖുർആനിൽ ചില ശബ്ദങ്ങളുണ്ട്, ഖിലാഫത്ത്, അമാനത്ത്, ഇമാമത്ത്. അമാനത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്വയം ഏറ്റെടുത്തതാണ്, അഥവാ ശറ അനുസരിച്ച് ഞാൻ ജീവിച്ചോളാം. അല്ലാതെ മൃഗങ്ങളെ പോലെ ആകാൻ മനുഷ്യൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. സ്വയം ഞാൻ ജീവിച്ച് നന്നായിക്കോളാം. ഇനി ജീവിച്ച് പരാജയപ്പെട്ട ആഹ്റത്തിലെത്തി നരകം മുന്നിൽ കണ്ട് എന്നാൽ തിരിച്ച് ഭൂമി പോയിട്ട് എന്നെ ഒരു മലയാക്കിത്ത, ഇനി അതല്ലെങ്കിൽ എന്നെ കല്ലാക്കിത്ത, എന്നെ ഒരു മൃഗാക്കിത്ത, അങ്ങനെയല്ല മനുഷ്യൻ ആവശ്യപ്പെടുക. മനുഷ്യൻ ആവശ്യപ്പെടുക എന്നെ ഭൂമിയിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുപോവാ, എന്നിട്ട് ഞാൻ നല്ലത് ചെയ്ത് പിന്നെ നന്നായിക്കോളാം. അവന്റെ ഇഖ്തിയാറും സ്വാതന്ത്ര്യവും കഴിവൊക്കെ കൊടുത്തുകൊണ്ട് അവനെ ഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്ന് ഒരിക്കലും തന്നെ ഒരു മനുഷ്യനും ഒരു മൃഗത്തെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നില്ല. പരിപൂർണ സ്വതന്ത്രനാകാനും സ്വയം തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകാനും കഴിവുള്ളവനാകാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മെ ഭൂമിയുടെ കൈകാര്യകർത്താക്കളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്. അങ്ങനെ ഇന്ന അർദിനൽ അമാനത്താല സമാവാതി വൽ അർദി വൽ ജിബാൽ എന്ന് പറഞ്ഞ് സൂറ അഹ്സാബിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ. എല്ലാറ്റിനും അല്ലാഹു തആല ഈ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കണമെന്ന ഉത്തരവാദിത്തം കാണിച്ചു കൊടുത്തപ്പോ അവയൊക്കെ പറഞ്ഞെനിക്ക് വേണ്ട. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ റഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ. ഈ മലക്കായി ഏറ്റെടുത്ത കൂട്ടത്തിൽ മനുഷ്യനല്ല മലയായിരുന്നു എന്ന് ഏറ്റെടുത്തതെങ്കിൽ, മലക്കായിരുന്നു ഖുർആൻ കൊടുത്തിരുന്നതെങ്കിൽ ആ മല പൊട്ടിപ്പിളർന്നു പോകുമായിരുന്നു അതിന്റെ ഖുശൂ ഭക്തി നിമിത്തം. എന്തേ നിങ്ങൾക്ക് പരിവർത്തനം ഉണ്ടാകാത്തത്? നിങ്ങളല്ലേ ഇത് ഏറ്റെടുത്തത് എന്ന് ചോദിക്കുകയാണ് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. മനുഷ്യന് പരിവർത്തനം ഉണ്ടാകാറുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ, മരണപ്പെട്ടപ്പോ ഇഹ്തസ അർശുർ റഹ്മാൻ,
പരമകാരുണികന്റെ സിംഹാസനം പോലും അർശ് വരെ മറച്ചുപോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മനുഷ്യന് ഉയർന്നിട്ട് ഒരുപാട് ഉയരാനും കഴിയും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖിലാഫത്ത് മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് മനുഷ്യൻ അതെങ്ങനെ കൈകാര്യം ചെയ്തു എന്നാണ് ബാക്കി ഭാഗത്ത് പറയുന്നത്. ഇസ്രായേലിയർ ഖിലാഫത്ത് കൈകാര്യം ചെയ്തു. ഭൂമിയുടെ അധികാരം അള്ളാഹുവിന്റെ ചുമതല അനുസരിച്ച്, തൗറാത്ത് അനുസരിച്ച്, അള്ളാഹിന്റെ നിയമം അനുസരിച്ച് ജീവിച്ചോളാമെന്ന ബാധ്യത ഏറ്റെടുത്തിട്ട് അവർ പരാജയപ്പെട്ടു പോയി. ആ പരാജയപ്പെട്ട കഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത്. ഫാത്തിഹയിലെ 3 വിഭാഗത്തിന്റെ ചരിത്രം, അത് പിന്നെ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളാകട്ടെ, അതല്ലെങ്കിൽ ബൈബിൾ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞ ജൂതന്മാരുടേതാകട്ടെ, അതുപോലെ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ സച്ചരിതരായ ആളുകളുടേതാകട്ടെ, ഈ 3 വിഭാഗത്തിന്റെയും ചരിത്രത്തിലൂടെയാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വേറെ സംഭവമുണ്ട്. ഈ ഇസ്രായേലിയരുടെ പരാജയം പ്രത്യക്ഷത്തിൽ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി, പറഞ്ഞു തരാൻ വേണ്ടി അള്ളാഹ് ചില സംഭവങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ ബഖറ എന്ന പേരിനാസ്പദമായ ബഖറ എന്ന വാക്ക്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ബഖറ, അൽ ബഖറ, പശു എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് ഈ ബഖറ? അത് ഇസ്രായേലിയർ എങ്ങനെയാണ് പരാജയപ്പെട്ടത് എന്ന് പറയാൻ വേണ്ടി അന്ന് പറഞ്ഞ ഒരു കഥയാണ്. ഖുർആനിൽ കഥ പറയുന്നതിനൊരു ശൈലിയുണ്ട്. നാട് പറയൂല, ആളെ പറയൂല, ഇങ്ങനത്തെ പരിപാടിയൊന്നും ഖുർആനിലില്ല. ഇപ്പൊ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയുമ്പോ ഏത് നാടാ? അതൊന്നും ഖുർആൻ പറയുന്നില്ല, ഒരു പേര് പറയുന്നില്ല. അതൊന്നും പറയലല്ല ഖുർആനിന്റെ ഉദ്ദേശം. മറിച്ച് അതിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഭാഗം ഏതാണ്, അതാണ് പറയേണ്ടത്. അതാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ സൂറത്തുൽ ബഖറ, അതിനെപ്പറ്റി തഫ്സീറുകളിൽ പറയുന്നത്, ഇസ്രായേലിൽ നല്ലൊരു പണക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അനന്തരാവകാശികളായിട്ട് അടുത്ത ബന്ധുക്കളൊന്നുമില്ല, ഒരു ദൂരെയുള്ള ഒരാളാണുള്ളത്. അയാൾ മനസ്സിലാക്കി ഇയാളെന്താ മരിക്കാത്തത്, മരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വത്തൊക്കെ എനിക്ക് കിട്ടുകയായിരുന്നു. അപ്പൊ ഏതായാലും മരിക്കുമ്പൊന്നും മരിക്കുന്ന ലക്ഷണമില്ല, എന്നാ പിന്നെ കൊന്നുകളിയാണ്. മൂപ്പൻ എന്ത് ചെയ്ത് കൊന്നു. കൊന്നിട്ട് ഈ ബോഡി ഇവരുടെ ഒരു എതിർ ഗ്രൂപ്പിന്റെ അധിവസിക്കുന്ന സ്ഥലത്ത്, കബീലകളാണ്, അപ്പുറത്ത് കൊണ്ട് പിന്നെ പറയണ്ട, അത് അവരെ കൊന്നതാണ് എന്നായി, അവരല്ല എന്ന് പറയലായി. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിന്റെ വക്കിലെത്തിയപ്പോ അവര് പറഞ്ഞു, നമുക്ക് മൂസനോട് ചോദിച്ചാൽ പോലെ, മൂസല്ലേ നമ്മുടെ റസൂലുള്ളവരെ നമ്മളെന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോ മൂസാ നബി അലൈഹി സ്വലാമിന് വഹീന്റെ അടിസ്ഥാനത്തിൽ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങളോട് ഒരു പശുവിനറക്കാൻ പറയുന്നുണ്ടമ്മ. ഇവിടെ കൊലയാളിനെ പിടിക്കാൻ പശുവിനറക്കാൻ പറഞ്ഞപ്പോ ഒരു ബന്ധവും ഇല്ല. അവർ പറഞ്ഞു, തമാശയാക്കായിരുന്നു മൂസേ, ഞങ്ങൾ കേസുമായിട്ട് വന്നത് പശുവിനറക്കാൻ പറയുന്നു. തമാശാക്കുന്നൊന്നുമല്ല, അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളൊരു പശുവിനറക്കണം. അപ്പൊ പിന്നെ ഇസ്രായേലിയരുടെ വേണ്ടാത്ത ധിക്കാരം, എങ്ങനത്തെ പശുവാണ്, ഏത് പശുവാണ്, ഒരു പശുവിനെ പിടിച്ച് അറക്കാൻ മതിയായിരുന്നു. പക്ഷെ അവര് ചോദിക്കുന്നതിനനുസരിച്ച് അള്ളാഹു ഇതിന്റെ ഇനവും വണ്ണവും വലുപ്പവും ഒക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തു, അതിന്റെ നിറവും എല്ലാം പറഞ്ഞു കൊടുത്തപ്പോ ഇത് കിട്ടാത്തൊരു സാധനം. അങ്ങനെ ആരോ പറഞ്ഞ് ഏതോ ഒരു വീട്ടിലുണ്ട്, ആ വീട്ടുകാരിയാണെങ്കിൽ ഒരു പാവപ്പെട്ട തള്ളയാണ്, ഒരു വരുമാനവും ഇല്ല. അവിടെ പോയി സംഗതി പറഞ്ഞല്ലേ തള്ളക്ക് മനസ്സിലായി, ഇനി ഇവര് ഇത് വാങ്ങാതെ പോകില്ല. തള്ള പറഞ്ഞു, ഞാൻ ഇത് വെക്കുന്നില്ല, അത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ, ഇല്ല ഞാൻ വെക്കുന്നില്ല. അപ്പൊ ലാസ്റ്റ് നിങ്ങളെന്ത് വില തരും, എന്ത് വേണോ, ഈ പശുവിനെ അറക്കുക, എന്നിട്ട് തോല് പൊളിക്കുക, തോല് പൊളിച്ചിട്ട് വിരിച്ചിട്ട് അതിൽ നിറച്ച് സ്വർണ്ണവും വെള്ളിയും ഒക്കെ ഇട്ടിട്ട് അതിനെ കൊണ്ട് കെട്ടിയാൽ ഞാൻ തത്തിലിടുക, എന്നാലേ ഞാൻ വെക്കുള്ളൂ. ഇപ്പൊ എനിക്കിത് വാങ്ങാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ വില നിശ്ചയിച്ച് വാങ്ങി. എന്തിനു പറയുന്നത്, ഇതിനെ അറുത്ത് അതിന്റെ വാലോ ഇനി അതല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതോ ഭാഗം എടുത്തിട്ട് ഈ മരിച്ച വ്യക്തിയെ അടിച്ചപ്പോ അദ്ദേഹത്തിന് ഹയാത്ത് വന്നു. ഒരത്ഭുതമുണ്ടായി. മൂസാ നബി അലൈഹി സ്വലാമിലൂടെ മൊഴിജിതത്തുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഭൂമിച്ചങ്ങയ്യ, അതിന് സ്വത്ത് വേണം എന്നാഗ്രഹിച്ച വ്യക്തി. അയ്യോ ഇങ്ങോട്ടാണ് കൊല്ലപ്പെട്ടവന്റെ സ്വത്ത്, മഖ്തൂലിന്റെ സ്വത്ത്,
ഖാത്തിലിന് അനന്തരാവകാശമില്ല എന്ന നിയമം ശരീഅത്തിൽ വന്നത് എന്ന് വരെ തഫ്സീറുകളിൽ കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും വലിയ ധിക്കാരം, എല്ലാ അർത്ഥത്തിലുമുള്ള ധിക്കാരം, ആ ധിക്കാരികളായിരുന്നു ആര്? ഇസ്രായേൽ. ഏത് മോചിതത്തിൽ കാണിച്ചു കൊടുത്താലും വിശ്വസിക്കാത്ത, ഫിർഔനിനെ മുക്കിക്കൊല്ലുന്നത് കണ്ടിട്ടും വിശ്വസിക്കാത്ത, ചെങ്കടലിൽ മുക്കിക്കൊന്ന് കരക്ക് വന്ന് രക്ഷപ്പെട്ട് കരക്ക് വന്നപ്പോ പശുക്കുട്ടിയെ ആരാധിച്ച, തൗഹീദിന് വിരുദ്ധമായി പ്രവർത്തിച്ച ആ ഇസ്രായേലിനെ പോലെ നിങ്ങൾ ആകരുതേ എന്ന് പറയാൻ വേണ്ടിയാണ് ഖുർആൻ തന്നുകൊണ്ട് നമ്മളോട് ഇസ്രായേലിയരുടെ കഥ പറയുന്നത്. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ നിൽക്കൂല, നിങ്ങൾ പിടിച്ചാൽ കിട്ടൂല, നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴാലും പോവല്ലേ ചെയ്യും ഇസ്രായേലിയരുടെ വഴികളിലേക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് രണ്ടാമത്തെ ജുസുഇൽ എന്താണ് അല്ലാഹു തആല നമ്മളോട് പറയുന്നത് എന്ന് പരിശോധിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.